സൈന്യത്തിന്റെ ഉന്നതങ്ങളിലെത്തിയ 4 സഹപാഠികൾ വീണ്ടും എത്തി അവരുടെ പഴയ ക്ലാസ്സിലേക്ക്. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായാണ് 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ അതേ കലാലയത്തിൽ തന്നെ ഒത്തുകൂടിയത്. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ ക്ലാസ് മുറിയിൽ അവർ 4 പേരും ഒരുമിച്ചായിരുന്നു. അടുത്ത കൂട്ടുകാരും. 1978 ജൂണിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഒത്തുചേർന്ന ഇവർ 1985 പഠനം പൂർത്തിയാക്കി നേരെ പോയത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക്, അവിടെ നിന്ന് സേനകളിലേക്കും. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നിർണായക പങ്ക് വഹിച്ച കരസേനയുടെ ഉത്തര കമാൻഡ് മേധാവിയാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ വിജയ് നായർ. And how they are becoming good citizens. So it is not only that we want them to join the army, we just want them to become good citizens. Adana ഞങ്ങളുടെ main aim, and ഞങ്ങൾ school വന്ന് we hope that we'll be able to motivate the students who are here and of course catch up with our old friends. കരസേനയിൽ കർണാടക കേരള സബ് ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗായി പ്രവർത്തിക്കുകയാണ് മേജർ ജനറൽ വിനോദ് മാത്യു. വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചു. വേലിപ്പാലം നിർമ്മിച്ചതും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ. സൈന്യത്തിലേക്ക് ആളെയെടുക്കുന്ന ബംഗളൂർ മേഖല റിക്രൂട്ടിംഗ് സോണൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി പ്രവർത്തിക്കുകയാണ് മേജർ ജനറൽ ഹരിപിള്ള. രാജ്യത്തെ മികച്ച ഫൈറ്റർ പൈലറ്റുകളിൽ ഒരാളാണ് എയർ വൈസ് മാർഷലായിട്ടുള്ള സുരേന്ദ്രൻ നായർ. MiG-21, MiG-29, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ദീർഘനേരം പറത്തിയ പരിചയമുള്ള പൈലറ്റ്. Great place for studies and getting to know friends, making good friends and learning from our masters, teachers. We are proud of what we did for the school and for the country. UN ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, കൊമേഴ്സ്യൽ പൈലറ്റുകൾ, കേന്ദ്ര സർക്കാരിലെയും കേരള സർക്കാരിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഈ സംഗമത്തിന്റെ ഭാഗമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB ചേരുന്നുണ്ട് തത്സമയം. ജിബിൻ, ഒരേ ക്ലാസ് മുറിയിൽ ഒന്നിച്ച് പഠിച്ച 4 പേർ, അതും രാജ്യത്തേക്കാക്കുന്നവർ, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചെത്തുമ്പോൾ ശരിക്കും വലിയ സന്തോഷവും അതേസമയം തന്നെ അഭിമാനവുമുള്ള ഒരു നിമിഷമാണ്. അവർക്കൊപ്പം പഠിച്ചവർക്കും വലിയ സന്തോഷത്തോടു കൂടിയും പ്രൗഡായും തന്നെ പറയാം, ഈ 4 പേരും എനിക്കൊപ്പം ഇരുന്ന് പഠിച്ചവരാണ്, ഇപ്പോൾ ഉന്നതികളിലാണ് നിൽക്കുന്നത്, രാജ്യത്തെ സേവിക്കുന്നവരാണ് എന്ന്. സൈന്യത്തിൻ്റെ ഉന്നതികളിൽ നിൽക്കുമ്പോൾ അവർക്കും വലിയ സന്തോഷം തന്നെയായിരിക്കും ഉണ്ടാവുക, വീണ്ടും പഠിച്ച സ്കൂളിലേക്കൊക്കെ എത്തുമ്പോഴല്ലേ? ഈ കഴക്കൂട്ടം സൈനിക സ്കൂളിലാണ് അപൂർവമായിട്ടുള്ള ഒരു ഒത്തുകൂടൽ നടന്നത്. ആ ഒത്തുകൂടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പഠിച്ച അംഗങ്ങളാണ് കൂടിച്ചേർന്നിരിക്കുക. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ 4 പേർ രാജ്യത്തിൻ്റെ സേനയുടെ ഭാഗമെന്ന് പറയുന്നത് വെറും സേനയുടെ ഭാഗമെന്നല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് പ്രാവർത്തിക്കുകയും ചെയ്യുന്ന 4 പേർ ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ കഴിഞ്ഞ നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത്, അത് മാത്രമല്ല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അവിടെ ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആൾ പോലും നമ്മുടെ സൈനിക സ്കൂളിൽ, കഴക്കൂട്ട സൈനിക സ്കൂളിൽ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരം. അത്തരത്തിലുള്ള 4 പേരാണ് ഇതിൽ ഒത്തുകൂടിയത്. അവർക്ക് സാധാരണഗതിയിൽ നമ്മൾ ഈ സ്കൂൾ പഠിച്ചിറങ്ങി അതിനുശേഷം സ്കൂളിലോ കോളേജിലോ പഠിച്ചിറങ്ങി വർഷങ്ങൾ ശേഷം കൂടിച്ചേരുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പലതവണ വാർത്തയെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സൈനിക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് 40 വർഷം മുൻപ് തന്നെ ഈ 4 പേർക്കും അല്ലെങ്കിൽ അവിടെ പഠിച്ചിരുന്നവർക്കെല്ലാം ഒരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് സൈന്യത്തിൻ്റെ ഭാഗമാകണമെന്ന്. അത്തരത്തിലുള്ള ഒരു സ്വപ്നമാണ് അവരെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിലേക്ക് അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തത്തേക്ക് ആ 4 പേരെ എത്തിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കാണ് പോയത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചെന്ന ശേഷമാണ് എയർഫോഴ്സിലേക്കും ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ട് ചെല്ലുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഇവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ സുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിനെ ആക്രമിച്ച തീവ്രവാദികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇവർ ആ ഒരു സേനയുടെ ആ ഒരു ഇതിന് പോലും ഇവർ ഭാഗമായി എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. എന്തായാലും നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് സൈനിക സ്കൂൾ, കഴക്കൂട്ട സൈനിക സ്കൂളിന് കൂടി അഭിമാനമാണ് ഈ 4 പേർ. ഇവർ 4 പേര് മാത്രമല്ല, ഈ ഒത്തുകൂടിയതിൽ ഈ ഇന്ത്യൻ ആർമിയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലുമുള്ള മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, വലിയ ഉദ്യോഗസ്ഥരുണ്ട്, കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, CA അംഗങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്. അങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുടെ ഒരു ഒത്തുകൂടൽ കൂടിയായിരുന്നു ഈ സൈനിക സ്കൂളിൻ്റെ 40 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഈ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നത്. കുട്ടികളെന്ന് ഇനി പറയാൻ പറ്റില്ല, പക്ഷേ ആ കാലഘട്ടത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു ഒത്തുചേരൽ.